ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് പോകാം പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ചക്കടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പഴുത്ത ചക്ക ഒരെണ്ണം കിട്ടി, അപ്പോൾ അതുകൊണ്ട് ചക്കട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചക്ക ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തു. പിന്നെ ഒരു മുറി തേങ്ങ ചിരകിയിട്ടു. പിന്നെ ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്കായും ജീരകവും കൂടി ചതച്ച് നന്നായിട്ട് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നതാണ്. ഇതുപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചക്ക വേവിക്കാനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. തേങ്ങ ചിരകിയതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ആവശ്യത്തിന് ഇച്ചിരി വെള്ളം ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അടിയിലൊന്നും പിടിക്കാണ്ട് ഇളക്കി കൊടുക്കുക. ായിട്ട് ഇലയാണ് എടുത്തിരിക്കുന്നത്. ഇലയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഇലയുടെ ഒരു ഫ്ലേവറും കൂടി നമ്മുടെ അടക്കി കിട്ടുന്നതായിരിക്കും. ജീരകവും ഏലക്കായയും കൂടിയും പൊടിച്ചത് ഞാൻ ശർക്കരയിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് ഇടയ്ക്കിടയ്ക്ക് നോക്കണം അടി പിടിക്കാണ്ടിരിക്കാൻ. പിന്നെ ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അട ഉണ്ടാക്കാനായിട്ട്. ഇളക്കി കൊടുക്കണം. വെള്ളം വേണമെങ്കിൽ ആവശ്യത്തിനൊക്കെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് വെന്ത് കിട്ടണം അത്. നമുക്ക് നിങ്ങളുടെ പാകം നോക്കി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ഏകദേശം നന്നായിട്ട് തിളച്ച് വെന്ത് വരുന്നുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരിപ്പൊടി വെച്ച് എന്തുണ്ടാക്കിയാലും അതിൽ ഉപ്പ് ചെറുതായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ശർക്കരയും ഏലക്കായും ജീരകവും കൂടിയും പൊടിച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഈ ഒരു സമയത്ത് വെള്ളം വേണമെങ്കിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കട്ടയൊക്കെ നന്നായിട്ട് ഉടയണം. ചക്കയൊക്കെ ശരിക്കും വെന്ത് ചക്കയുടെ ഒരു കഷ്ണം പോലും ഇങ്ങനെ കിടക്കാൻ പാടില്ല. നന്നായിട്ട് ഉടഞ്ഞു വരണം. അട ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ചക്കയൊക്കെ വരട്ടി വയ്ക്കാറുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാക്കി വയ്ക്കുന്നത് ശരിക്കും ചക്കയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് നല്ല വെള്ളം പോലെയായി നന്നായിട്ട് ഉടഞ്ഞ് നന്നായിട്ട് നെയ്യൊക്കെ ഒടിച്ച് വരട്ടിയെടുക്കാവുന്നതാണ്. ഇപ്പം ഇത് ഞങ്ങൾ ഇപ്പോഴത്തേക്ക് വേണ്ടി എടുക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു സമയമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിലേക്ക് അരിപ്പൊടി നമ്മൾ എടുത്ത് വെച്ചത് ഇട്ട് കൊടുത്തു. ഈ ഒരു സമയം നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ എല്ലായിടത്തേക്കും ഇതിൻ്റെ ചക്കയുടെ ഇതെല്ലാം പൊടിയിലേക്ക് എല്ലാ ഭാഗത്തേക്കും ചെല്ലാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വറുത്ത പൊടിയാണ്, വറുത്ത് വെച്ചിരുന്ന പൊടിയാണ്. അതുകൊണ്ട് തന്നെ വേവില്ലേ എന്നുള്ളൊരു ടെൻഷൻ വേണ്ട. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് എല്ലായിടത്തും ഇതിൻ്റെ ഇതൊക്കെ പിടിക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഇളക്കണ സമയത്ത് ഇതിൻ്റെ ഇളക്കൊക്കെ എല്ലായിടത്തും എത്തണം. അല്ലെങ്കിൽ അടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പൊടി പോലെ വേവാണ്ടൊക്കെ ഇരിക്കും. അതുകൊണ്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇടിച്ചു കൊടുക്കുക. അപ്പോൾ കട്ടയൊക്കെ ഉടയും.
നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് അട ഉണ്ടാക്കാനുള്ള. ഞാൻ കോലുമേന്ന് ഇതുപോലെ ചിരണ്ടി എടുത്തു, ഒട്ടും വേസ്റ്റ് ചെയ്യാണ്ട്. ഇതുപോലെ നമുക്ക് കൈയൊന്ന് നനച്ചിട്ട് ഇതുപോലെ എടുത്തു വെച്ച് ഇതിലേക്ക് പരത്തി കൊടുക്കാവുന്നതാണ്. പരത്തിയിട്ട് മടക്കി വയ്ക്കുക ഇല. ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാൻ മാവൊക്കെ ഇതുപോലെ ഇലയുടെ അകത്ത് വെച്ച് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇഡ്ഡലി പാത്രം എടുക്കാം, അതിലേക്ക് വെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് ആ ഓട്ടയുള്ള തട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇങ്ങനെ നിരത്തി നിരത്തി വയ്ക്കുക. മീതയ്ക്ക് മീത വയ്ക്കരുത്. മീതയ്ക്ക് മീത വെച്ച് കഴിഞ്ഞാൽ അട വേവില്ല. സൈഡിലായിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്കിങ്ങനെ ചാരി വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഉള്ളിലിങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. ഇലയൊക്കെ തള്ളി പിടിച്ച് ഉള്ളിലേക്കാക്കി പതുക്കെ നമുക്ക് അടച്ചെടുക്കാം. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ പകുതി വേവായി കാണും. നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആവി പതുക്കെ പോയി തുടങ്ങുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ പകുതി വേവായിട്ടുണ്ട്. ഇതുപോലെ ഇല അടയമേന്ന് ഇങ്ങനെ വിട്ട് വരും. ഇതുപോലെ രണ്ട് സൈഡും വിട്ട് വരണം. അപ്പോഴാണ് നമ്മുടെ അടയുടെ വേവ് പാകാവുള്ളൂ. കണ്ടോ, ഇത് ശരിക്കും വെന്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് മൂടി വെച്ചിട്ട് തിരിച്ച് മറിച്ചൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. സൈഡ് അനുസരിച്ച് ചൂടായതുകൊണ്ട് അങ്ങനെ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും കൂടി മൂടി വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ ആവി വരാനായിട്ട് ഇടാം. ഇനി നമുക്കൊന്നും കൂടി മൂടി വയ്ക്കാം, നന്നായിട്ട് വേവാനായിട്ട് വിടാം. ആവി ഇതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ നോക്കിയ പോലെ നന്നായിട്ട് ആവി വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി തുറക്കാം. അപ്പോൾ നമ്മുടെ അട നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. രണ്ടാമത്തെ ട്രിപ്പ് ആവി വരുന്നുണ്ട്. ഇനി നമുക്കൊരു തുണി കൂട്ടി പിടിച്ചിട്ട് തുറന്ന് നോക്കാം. തുറന്ന് നോക്കി നമുക്ക് ഇല ഇങ്ങനെ ഒന്ന് വിടിയിച്ച് നോക്കാം. അപ്പോൾ വിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ അട നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നമ്മൾ മാവ് വറുത്ത പൊടിയാണ് ഇവിടെ എടുത്തത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും. ഇപ്പോൾ നമ്മുടെ അട വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓരോന്നോരോന്നായിട്ട് ഒരു പ്ലേറ്റ് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് മാറ്റി വയ്ക്കാം. ചൂടാറി കഴിയുമ്പോൾ നമുക്ക് കഴിക്കാം. ചൂടിനോടുകൂടി കഴിക്കുന്നവർക്ക് ചൂടോടുകൂടി കഴിക്കാം. ചക്കട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.